നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് ഇതുപോലത്തെ ഒരു പഴയ കേരള സാരീനെ ഒരു മേക്ക് ഓവറാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലത്തെ ഒരു സാരി ഉണ്ടായിരുന്നു. ഇതിൽ ഈ ഒരു റെഡ് കളർ കാണുന്നത് ഒരു തുണി അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. ബാക്കി മേത്തൊന്നും ഡിസൈൻ ഇല്ല. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊന്നിത് മേക്ക് ഓവർ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ റെഡ് പീസ് വെച്ച് അടിച്ചിട്ടുള്ളത് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ജസ്റ്റ് കത്രി വെച്ചിട്ട് അതിൻ്റെ നൂലൊന്ന് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ ഇത് ഈ ഒരു പീസായിട്ട് ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. അങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ചുളിവൊന്നുമില്ലാതെ ഒരു ഫ്ലാറ്റ് സർഫസിൽ വിരിച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഗോൾഡൻ കളർ വേണം. പിന്നെ ബോട്ടിലിൻ്റെ ക്യാപ്പാണ് വേണ്ടുന്നത്. ബോട്ടിൽ ക്യാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോഞ്ച് ബ്രഷ് ഉണ്ടെങ്കിൽ അതും എടുക്കാം. ആദ്യം തന്നെ ഒരു പല്ലുവിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 4 ഡോട്ട്സ് വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ലൈനിൽ 4 ഡോട്ട് വരുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പെൻസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതുപോലത്തെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ ഗോൾഡൻ കളർ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബോട്ടിൽ ക്യാപ്പ് അതിൽ ഡിപ്പ് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്നതൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് നമ്മൾ ഈ ഓരോ ഡോട്ടിൻ്റെ മേലെയും ഇതുപോലെ ഇങ്ങനെ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സർക്കിൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ലൈൻ ചെയ്യുമ്പോൾ ഈ 2 ഡോട്ടിൻ്റെ മിഡിലേക്ക് രണ്ടാമത്തെ ലൈനിൻ്റെ ഡോട്ട് വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഗോൾഡൻ കളർ അല്ലാതെ ഗോൾഡനും വേറെ എന്തെങ്കിലും കളറും മിക്സ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു കളർ മാത്രമായിട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പല പല ഡിസൈനിൽ ചെയ്യാം. അപ്പോൾ ഇത് ട്രെൻഡിങ് ആയിട്ടുള്ള പോൾക്ക ഡിസൈൻ കേരള സാരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഒരു ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ ആ ഒരു സർക്കിൾ ഒന്ന് പെർഫെക്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട് ഗോൾഡൻ കളർ വെച്ചിട്ട്. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞ് ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ സാരി ഇവിടെ റെഡിയാവും. അപ്പോൾ ഞാൻ സാരിയിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നില്ല, ജസ്റ്റ് ഈ ഒരു പല്ലുവിൻ്റെ ഭാഗത്ത് മാത്രമാണ് ചെയ്യുന്നത്. hours ഉണങ്ങിയതിന് ശേഷം നമ്മളിത് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ സാരിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.